നമസ്കാരം. ഞാൻ ശങ്കരനാരായണൻ, മലപ്പുറം. ചേരിയിലെ പാറാണ്ടനും പശ്ചാത്ത പത്താനിയും എൻ്റെ അനുഭവങ്ങളുടെയും ഓർമ്മക്കുറിപ്പുകളുടെയും സമാഹാരമായ ഓർമ്മ പുരാണത്തിൽ ഉള്ളതാണിത്. കുട്ടിക്കാലത്തെ പല പ്രയോഗങ്ങളും പിന്നീട് ആലോചിക്കുമ്പോൾ ചിരി വരും. എൻ്റെ പേരക്കുട്ടി ദേവദത്തൻ മുളകിന് ബല്ലാല എന്നാണ് പറഞ്ഞിരുന്നത്. കുരുമുളകും പച്ചമുളകും വറ്റൽ മുളകുമടക്കം എരിവുള്ളതെന്തും ദേവന് ബല്ലാല തന്നെ. ദേവൻ വാതിലിന് ലാല എന്നാണ് പറഞ്ഞിരുന്നത്. എൻ്റെ ഒരു അമ്മായിയുടെ ഭർത്താവിൻ്റെ പെങ്ങളുടെ പേരക്കുട്ടി ഇങ്ങനെ ഒരു പാട്ട് പാടിയിരുന്നു. പാതിരാപ്പൂച്ചൂടി വളിട്ടു കണ്ണേതി, പാതിരാപ്പൂച്ചൂടി വാലിട്ടു കണ്ണെഴുതി എന്ന പാട്ടായിരുന്നു അത്. എൻ്റെ സുഹൃത്തായിരുന്ന മഞ്ചേരിയിലെ കെ മുഹമ്മദ് റഷീദ് മാസ്റ്റർ ആളൊരു രസികനാണ്. ഈയിടെ മരിച്ചു. ഭാഷാപരമായ എൻ്റെ തെറ്റുകൾ തിരുത്തി തന്നിരുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലും PG-യുള്ള ഇദ്ദേഹമാണ്. റഷീദ് മാസ്റ്റർ ഒരു ദിവസം മഞ്ചേരി അങ്ങാടിയിൽ കൂടി പോവുകയാണ്. മുന്നിൽ കുട്ടികളുടെ ഒരു ജാഥ പോകുന്നുണ്ട്. അവർ വിളിക്കുന്നത് എന്താണെന്ന് മാഷിന് മനസ്സിലാകുന്നില്ല. പശ്ചാത്ത പത്താനി കണ്ണുനീർ വാർക്ക് എന്നാണ് പാടുന്നതും ഏറ്റുപാടുന്നതും. എന്താണ് ഈ പശ്ചാത്ത പത്താനി എന്ന് മനസ്സിലാക്കാൻ മാഷ് ജാഥയുടെ പിന്നിലൂടെ കുറേ നേരം നടന്നു. അവസാനം പിടികിട്ടി. പശ്ചാത്താപത്താൽ നീ കണ്ണുനീർ വാർക്ക് എന്നായിരുന്നു അതിൻ്റെ യഥാർത്ഥ രൂപം. മറ്റുള്ളവരുടെ കാര്യം എന്തിനു പറയുന്നു? എൻ്റെ കാര്യം തന്നെ പറയാം. എൻ്റെ ഒരു ചെറിയമ്മ, മാളുക്കുട്ടി ചെറിയമ്മ, ആള് മഹാ തമാശക്കാരിയാണ്. എന്നെ കണ്ടാൽ അവർ ഇപ്പോഴും കളിയാക്കാറുണ്ട്. കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞ ഒരു പ്രയോഗം പറഞ്ഞു. ചെറിയമ്മേ, ഞാൻ ചേരിയിലെ പാറാണ്ടനാ എന്നതാണ് ആ പ്രയോഗം. ചേരി എന്നത് എൻ്റെ വീടിൻ്റെ താഴ്ഭാഗം. അവിടെ വെച്ച് ഞാനൊരിക്കൽ ഒരു ഭ്രാന്തനെ കണ്ടു അത്രേ. ചെറിയമ്മയുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ ആ ഭ്രാന്തനെ അനുകരിച്ച് അവരോട് ചെറിയമ്മേ, ഞാൻ ചേരിയിലെ പാറാണ്ടനാ എന്ന് പറഞ്ഞു അത്രേ. ഇതാരെന്നാ പറഞ്ഞത്? ചെറിയമ്മയുടെ ചിരിച്ചുകൊണ്ടുള്ള ചോദ്യത്തിന് ഞാൻ വീണ്ടും മറുപടി പറഞ്ഞത് ഞാൻ ചേരിയിലെ പാറാണ്ടനാ എന്നായിരുന്നു പോലും. എനിക്കിത് ഒട്ടും ഓർമ്മയില്ലെങ്കിലും ചെറിയമ്മ ഇത് ഇപ്പോഴും ഓർക്കുന്നു. ഇത് പറഞ്ഞ് ഇപ്പോഴും അവർ എന്നെ കളിയാക്കാറുണ്ട്.